ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. എബ്രഹാം ഓസ്ലർ റിലീസ് ചെയ്ത ആദ്യ ദിനം അതിഗംഭീരമായിട്ടുള്ള ഒരു കൊയ്ത്ത് തന്നെയാണ് ജയറാമിന് ലഭിച്ചിരിക്കുന്നത്. ജയറാമിൻ്റെ സർവകാല റെക്കോർഡ് എന്ന് തന്നെ പറയാം. സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരുമ്പോൾ അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. സിനിമയ്ക്ക് പ്രീ സെയിലിലൂടെ മാത്രമേ 1,06,00,000 രൂപയാണ് ഇന്നലെ ലഭിച്ചത്. അത് ജയറാം സിനിമകളുടെ ഏറ്റവും ഉയർന്ന ഒരു സ്കോറായി. ഒപ്പം മമ്മൂട്ടി കൂടി വന്നു കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് അതിഗംഭീരമായിട്ടും അതിശക്തമായിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നേര് എന്ന സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ റെക്കോർഡുകൾ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് നീങ്ങുന്നത്. ഒപ്പം മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമയുടെയും റെക്കോർഡുകൾ, അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ആദ്യ സിനിമകൾ, വമ്പൻ ഹിറ്റുകളായ സിനിമകളുടെ ആദ്യ ദിന കളക്ഷൻ റെക്കോർഡ് തകർത്തെറിഞ്ഞുകൊണ്ടാണ് എബ്രഹാം ഓസ്ലർ കുതിക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടതനുസരിച്ചിട്ട് സിനിമയ്ക്ക് 1,83,00,000 രൂപയാണ് ഇപ്പം വരെയുള്ള കണക്കുകൾ ലഭിച്ചിരിക്കുന്നത്. അതായത് ഇന്ന് ഫൈനൽ ആകുമ്പോഴത്തേക്ക് നേരിൻ്റെ ഫൈനൽ കളക്ഷനായ 2,07,00,000 രൂപ എന്നുള്ളതിൻ്റെ മുകളിലേക്ക് എത്തുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇവിടെ ആദ്യ ദിനം പ്രതീക്ഷിക്കുന്നത് 2.5 കോടി തൊട്ട് 3 കോടിക്കിടയിലായിരിക്കും സിനിമയ്ക്ക് കേരള കളക്ഷൻ എന്നുള്ളതാണ്. എന്താണെങ്കിലും അടുത്തതായി പ്രതീക്ഷിക്കുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷനാണ്. വേൾഡ് വൈഡ് ആയിട്ടുള്ള കളക്ഷൻ സിനിമ 5 കോടിക്ക് മുകളിൽ എത്താനുള്ള ചാൻസുകൾ ഏറെയാണ് എന്നുള്ളതാണ്. സമീപകാലത്ത് ജയറാം സിനിമകൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു 1 കോടി തികയ്ക്കാനെങ്കിൽ ഇത് ആദ്യ ദിനം തന്നെ അമ്മാതിരി ഒരു പെർഫോമൻസ് ആണ് വരുന്നത്. ജയറാമിൻ്റെ കരിയർ ബെസ്റ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. ആ രീതിയിലാണ് സിനിമ പോയിക്കൊണ്ട് ഇരിക്കുന്നത്. ഇതിനോടകം തന്നെ ഹെവി പോസിറ്റീവാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ ചുരുക്കം പേരിൽ നിന്ന് മാത്രമാണ് ഒരു ആവറേജ് എബോ ആവറേജ് എന്നുള്ള കിട്ടുന്നത്. കണ്ട ആദ്യ ദിവസത്തിലുള്ള എല്ലാവരിലും ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് മികച്ചതും സെക്കൻഡ് ഹാഫ് അതിഗംഭീരവും, ഒപ്പം മമ്മൂട്ടിയുടെ ക്യാമിയോ റോൾ സിനിമയ്ക്ക് വലിയ ലെവലിൽ ജയറാമിനെ കൈപിടിച്ചുയർത്തുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത്. എന്നാലും നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇവിടെ 2024 തുടങ്ങിയിരിക്കുന്നത് അത് ജയറാമിൻ്റെ വർഷമായിട്ട് തന്നെയാണ്. മലയാളത്തിലെ മറ്റൊരു സൂപ്പർ ഹിറ്റിലേക്ക് എത്തുന്നു എന്ന് തന്നെ പറയാം. നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രേറ്റ് മീഡിയാസ്.